പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയിൽ മലയോര പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. റാന്നിയിൽ മാത്രം 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുകയാണ്. കോഴഞ്ചേരി, ആറന്മുള, തിരുവല്ല ഭാഗങ്ങളിൽ പമ്പയാറ് കരകവിഞ്ഞൊഴുകുന്നതിനാൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 30-ലധികം ബോട്ടുകളാണ് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിരിക്കുന്നത്. നീണ്ടകരയിൽ നിന്നുള്ള 10 വലിയ ഫിഷിംഗ് ബോട്ടുകളും ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. ഹെലികോപ്റ്റർ മുഖേനയുള്ള രക്ഷാപ്രവർത്തനവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. പ്രേംലാലാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രേംലാൽ, വലിയ തോതിൽ പ്രളയക്കെടുതി ഉണ്ടായ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഇന്നലെ തന്നെ സൈന്യം ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? അപർണ, ഇന്നലെ വലിയ മഴക്കെടുതി ഉണ്ടായ റാന്നിയിലും അതേപോലെ ആറന്മുള, കോഴഞ്ചേരി ഭാഗത്തുമാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാട് ഉൾപ്പെടുന്ന തിരുവല്ല ഭാഗത്തും രക്ഷാപ്രവർത്തകരുടെ സേവനം എത്തേണ്ടതുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം ഏതാണ്ട് ആയിരക്കണക്കിന് പേർ വിവിധ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അവസാന ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ആറന്മുളയിൽ മാത്രം ഏതാണ്ട് 1000-ഓളം പേർ വിവിധ വീടുകളിലും മറ്റും കുടുങ്ങിയതായിട്ടുണ്ട് വിവരമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയവർ പോലും വെള്ളം കയറിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥിതിയിലായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ലഭ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി, എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് ജില്ലാ ഭരണകൂടം ഈ ദുരിതത്തെ നേരിടുന്നത്. സ്വകാര്യ വ്യക്തികളുടേതടക്കം മത്സ്യബന്ധന തൊഴിലാളികളുടേതടക്കം വലിയ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകൾ ആണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കുന്നത്. കാരണം പമ്പയാറിൽ ശക്തമായ ഒഴുക്കുണ്ട്. അതിനെ നേരിടാൻ സാധാരണ വള്ളങ്ങൾക്ക് സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കടലിൽ വലിയ തിരകളെ അതിജീവിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള വലിയ ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നത്. പക്ഷേ അത് എത്രമാത്രം പര്യാപ്തമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം ഇപ്പോഴും നിരവധി പേർ, ഇപ്പൊ എനിക്കടക്കം നിരവധി പേരുടെ ഫോൺ കോളുകൾ കിട്ടുന്നു. ഉറ്റവരും ഉടയവരായിട്ടുള്ളവർ പലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി അറിയിച്ചുകൊണ്ട് അവരുടെ ബന്ധുക്കളടക്കം നിരവധിയായ സംഭാഷണങ്ങളും വാട്സ്ആപ്പ് മെസ്സേജുകളും അടക്കം അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 156 അംഗ ദുരന്ത നിവാരണ സേനയാണ് പത്തനംതിട്ടയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇവർ പല വിഭാഗങ്ങളായി രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ച് കോഴഞ്ചേരി ഭാഗത്തു നിന്ന് 30ഓളം പേരെ ഇവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി, ബോട്ടുകൾ ഉപയോഗിച്ച് മാറ്റി. അതോടൊപ്പം തന്നെ രാവിലെ വിമാനമാർഗം റാന്നിയിൽ വിമാനമാർഗമുള്ള രക്ഷാപ്രവർത്തനം റാന്നിയിൽ പുനരാരംഭിച്ചിരുന്നു. സാഹചര്യത്തിൽ കനത്ത മഴയാണ് ഇവിടെ പെയ്യുന്നത്. അത് രക്ഷാപ്രവർത്തനത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കും. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് പുലർച്ചെ വരെ അന്തരീക്ഷം ശാന്തമായിരുന്നു. മഴ മാറി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. പമ്പയാറ്റിൽ ജലനിരപ്പിൽ ചെറിയ ഒരു കുറവും രേഖപ്പെടുത്തി. റാന്നി ഭാഗത്ത് ഏകദേശം 2 അടിയോളം വെള്ളം കുറഞ്ഞതായി പ്രദേശവാസികൾ പറയുന്നു. അതോടൊപ്പം തന്നെ കോഴഞ്ചേരി എല്ലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയരാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അച്ചൻകോവിലാർ കരകവിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതിനെ തുടർന്ന് പത്തനംതിട്ട നഗരം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ഏതാണ്ട് ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതവും നിലച്ച ഒരവസ്ഥയിലാണ്. റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വാഹന ഗതാഗതം തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ MC റോഡ്, പന്തളം, പത്തനംതിട്ട റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അവിടെ ഗതാഗത നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് നിലവിലെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 160-ൽ പരം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 30,000-ഓളം പേർ ഇതിനോടകം തന്നെ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം പേർ ഇനിയും ഈ ക്യാമ്പുകളിലേക്ക് എത്താനുണ്ട്. ഇപ്പോഴും വീടുകളുടെ മുകൾ നിലയിൽ മറ്റും അഭയം തേടിയിട്ടുള്ളവർ ഇനിയും മറ്റു മാർഗമില്ലാതെ ക്യാമ്പുകളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അംഗസംഖ്യ വളരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജില്ലാ കളക്ടർ പൊതുജനങ്ങളോട് ഇപ്പോൾ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേണ്ട സാമഗ്രികൾ എത്തിച്ചു തരാനായിട്ട്, പ്രത്യേകിച്ചും വസ്ത്രം, ഭക്ഷണ സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങൾ അടക്കമുള്ളവ എത്തിച്ചു തരാൻ സൗകര്യമുള്ളവർ അത് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരണം എന്ന തരത്തിൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു പൊതു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. പ്രേംലാൽ, ഇന്നലെ റാന്നിയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്നലെ വൈകിട്ടും രാത്രി വളരെ വൈകിട്ടും തുടർന്നിരുന്നു. അത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് രാത്രി അത് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള, എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയതിന്റെ ദൃശ്യങ്ങളാണോ നമ്മളിപ്പോൾ കാണുന്നത്? സൈന്യത്തിന്റെ സഹായത്തോടു കൂടി അവരെ രക്ഷിക്കുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു.
അപർണ, റാന്നിയിലെ നിലവിലെ സാഹചര്യം അവിടെ ഇപ്പോൾ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയുള്ള രക്ഷാപ്രവർത്തനം ഏറെക്കുറെ അസാധ്യമായ ഒരു സാഹചര്യമാണുള്ളത്. ഏതാണ്ട് ഒട്ടുമിക്ക റോഡുകളും വെള്ളം കയറി ഗതാഗതം നിലച്ച ഒരു അവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ ശക്തമായ ഒഴുക്കുള്ളതിനാൽ തന്നെ ബോട്ടുകളിലൂടെ അല്ലെങ്കിൽ വള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ചിലയിടങ്ങളിൽ അസാധ്യവുമാണ്. ചില ഏരിയകളിൽ ഈ ബോട്ട് വള്ളം എത്തിപ്പെടാൻ സാധിക്കാത്ത ചില മേഖലകളുണ്ട്. പ്രത്യേകിച്ചും വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ. അവിടെയുള്ളവർ ചിലർ ഇപ്പോഴും വീടിന്റെ മുകൾ നിലയിൽ അഭയം തേടിയിട്ടുണ്ട്. ഇവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ലഭ്യമായ ഏക മാർഗം വ്യോമമാർഗം മാത്രമാണ്. ഇന്നലെ 2 വിമാനങ്ങളായിരുന്നു ഇതിനായി നിയോഗിച്ചിരുന്നത്. ഇന്ന് അതിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവരെ റാന്നിയിലെ പ്രളയബാധിത മേഖലയിൽ നിന്നും രക്ഷിച്ച് നിലവിൽ തിരുവനന്തപുരം ശംഖുമുഖത്ത് എത്തിക്കുന്നതായാണ് വിവരം. അപർണ, മുഴുവൻ ആളുകളെയും, കാരണം അവിടെ നിരവധി കുടുംബങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ വിവിധ പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ചെറിയ കുട്ടികൾ മുതൽ പ്രായമേറെയുള്ള ആളുകൾ വരെ ഉണ്ടായിരിക്കും. ഇവരെ എല്ലാവരെയും സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രമീകരണം നടക്കുന്നുണ്ട് എന്ന് വേണമോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ? നമുക്ക് ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും മനുഷ്യസാധ്യമായ കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. കാരണം അത്രയ്ക്ക് ശക്തമായ മഴയും അത്രയ്ക്ക് ശക്തമായ ഒഴുക്കും ഉണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ പ്രദേശങ്ങളിൽ പെട്ടുപോയവരുടെ അവസാന സ്ഥിതി എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. പലർക്കും ഫോണിന്റെ ബാറ്ററി തീർന്നു പോയത് കൊണ്ട് ചാർജ് തീർന്നതിനാൽ ഇവരെ ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്നവരിൽ രോഗികളായിട്ടുള്ളവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഏത് വിധമാണ്, അവർ സുരക്ഷിതമായി തന്നെ ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യത്തിലും നമുക്ക് ആശങ്കയുണ്ട്. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ജില്ലാ ഭരണകൂടം പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലൊരു അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ പോയിട്ടില്ല. രക്ഷാപ്രവർത്തനം സുഗമമായി പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അവസാന നിമിഷവും നമ്മളോട് അറിയിക്കുന്നത്. പ്രേംലാൽ, ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി, കാരണം ഇന്നലെ രാത്രിയോടുകൂടി പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ ഭൂരിഭാഗം സ്ഥലത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അതേ അവസ്ഥ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ നടക്കുന്നുണ്ടോ? അപർണ, 4 വില്ലേജുകൾ കേന്ദ്രീകരിച്ച് 4 അതായത് റാന്നി, കോഴഞ്ചേരി, മല്ലപ്പള്ളി, അതോടൊപ്പം തന്നെ തിരുവല്ല പ്രദേശങ്ങളിലെ 4 വില്ലേജുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. പ്രത്യേകിച്ച് അവിടെ വെള്ളം ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു KSEBയുടെ നടപടി. പക്ഷേ പിന്നീട് അത് മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിലും ഏതാണ്ട് പൂർണ്ണമായും വൈദ്യുതി വിതരണം നിലച്ചിരിക്കുകയാണ്. കാരണം പലയിടങ്ങളും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയിലാണ്. KSEBയുടെ ട്രാൻസ്ഫോമറുകൾ അടക്കം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം അതീവ ഗുരുതരമാണ്. വൈദ്യുതി പ്രവാഹമുണ്ടായി അത് ജീവഹാനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈദ്യുതി വിതരണം നിലച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളും പലയിടങ്ങളിലും താറുമാറായി. ചില മൊബൈൽ കമ്പനി നെറ്റ്വർക്കുകൾ ഇപ്പോൾ ജില്ലയിൽ ലഭ്യമല്ല. BSNL സർവീസ് മാത്രമാണ് ഇപ്പോൾ ചിലയിടങ്ങളിൽ ലഭ്യമാകുന്നത്. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ മറ്റ് സ്വകാര്യ സർവീസ് ദാതാക്കളുടെയും സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെ തുടരുന്ന ഒരു ഘട്ടത്തിൽ എത്ര നേരം കാര്യങ്ങൾ ഈ രീതിയിൽ പുരോഗമിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുമാകില്ല.